ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഇന്ന് ഞാൻ രാവിലെ 7:30 ആയപ്പോഴത്തേക്ക് ചവറ BGM കോളേജിലേക്ക് പോകാനായിട്ട് കല്ലുവാതുക്കലിൽ നിന്ന് ബസ് കയറി കൊല്ലം സ്റ്റാൻഡിലെത്തി. അവിടെ നിന്ന് ഞങ്ങൾ കോളേജിലേക്ക് പോവുക. ഇന്ന് NSSൻ്റെ ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു അവിടെ വെച്ചിട്ട്. ഇതാ കോളേജിൽ നമ്മൾ എത്തിയപ്പോഴേക്കും പെരുമഴ തകർത്ത് പെയ്യുമായിരുന്നേ. പെരുമഴയെന്ന് പറഞ്ഞാൽ അട്ടാറ് മഴയാണ്. സൗണ്ടൊക്കെ ഭയങ്കരമായിരുന്നു. അങ്ങനെ നമ്മൾ കോളേജിലെത്തി അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി നിന്ന് എല്ലാവർക്കും ഒന്ന് കണ്ടു കേട്ടോ. നല്ല ക്യാമ്പസാണ്. ഇപ്പോൾ റോഡ് വൈഡനിങ് വന്നുകൊണ്ട് കോളേജിൻ്റെ ഫ്രണ്ടൊക്കെ കുറച്ച് പോയതൊഴിച്ചാൽ ബാക്കിയെല്ലാം ഗവൺമെൻറ് കോളേജ് ആണെങ്കിലും നല്ല ക്യാമ്പസൊക്കെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ എത്തിയപ്പോഴത്തേക്കും അവിടെ നമുക്കൊരു രജിസ്ട്രേഷൻ സെഷനൊക്കെ ഉണ്ടായിരുന്നു. രജിസ്ട്രേഷൻ കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കൊരു ഫയലും പെന്നും ഒരു ചെറിയ നോട്ട് പാഡൊക്കെ കിട്ടി. സന്തോഷമായി. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ ചുറ്റി നടന്ന് ക്യാമ്പസൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഡാഡിയുടെ മോളെ എടുക്കാൻ പറ്റത്തില്ല ഗൈസ്. ഡാഡിയുടെ മോളെ വഴക്ക് പറയും. ഡാഡിയുടെ മോളാണ് എൻ്റെ ഫ്രണ്ട്. മഴയെന്ന് പറഞ്ഞാൽ കിടിലം തകർപ്പം മഴ. രാവിലെ തൊട്ട് മഴ, നല്ല ഇറങ്ങുമായിരുന്നു. ഇറങ്ങിയപ്പോൾ തൊട്ടേ പെരുമഴ. അപ്പോൾ നമ്മളെ ക്യാൻറ്റീനിൽ വന്നിരിക്കുകയാണേ. നേരത്തേക്ക് പ്രശ്നമാണ്. കൂടെ ഇരിക്കുന്ന സ്നേഹം ചിരിച്ച് മറിക്കുകയാണ് കേട്ടോ. ഡാഡിയുടെ മോളെ ഞാൻ കാണിക്കില്ല. അയ്യോ, ഒരു ട്രെയിനിങ്ങിന് വന്ന് പിന്നെ എന്തെങ്കിലും കഴിച്ചിട്ടെങ്കിലും സന്തോഷമാവുമല്ലോ. വയറ് വിശന്ന് കണ്ണ് കാണാൻ വയ്യ. രാവിലെ ഇറങ്ങിയതാണ്, ഒന്നും കഴിച്ചിട്ടില്ല, ഒരു ചായ കുടിച്ചുകൊണ്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടെ ദോശ കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ദോശ തിന്നാൻ വേണ്ടി വന്നേക്കാണ്. വലിയ കാര്യമായിട്ട് അടുത്തിരിക്കുന്ന ഒരു ദോശ കഴിക്കുന്നത് കണ്ടോണ്ട് കൊതി കിട്ടുന്നത്. ദോശ തീർന്നു പോയി. ചായയും വട. അടുത്തിരിക്കുന്നത് ദോശ എന്നുണ്ട്. ഓടിപ്പോയി കൈ എഴുതുന്ന വീഡിയോ ഒക്കെ എടുക്കാൻ സെറ്റായിരുന്നതാണ്. തേങ്ങൊട്ടി. അങ്ങനെ വിഷമിച്ചിരുന്നപ്പോഴാണ് ചോദ്യം കേട്ടോ, ഇഡ്ഡലി മതിയോന്ന്. അയ്യോ, അത് കേട്ടത് ഞാൻ ഓടിപ്പോയി കയ്യും കഴുകിയിട്ട് വന്നിരുന്നു കേട്ടോ. ഇനി ഇന്നലത്തെ ഇഡ്ഡലിയാണോ മെനങ്ങാനത്തെ ഇഡ്ഡലിയാണോ എന്നത്തെ ഇഡ്ഡലിയാണെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ള അവസ്ഥയായിരുന്നു. 4 ഇഡ്ഡലിയും ഒരു വടയും കിട്ടി കേട്ടോ. അങ്ങനെ ആദ്യം ഇഡ്ഡലിയും വടയും കൊണ്ട് തന്നു. പിന്നെയാണ് കേട്ടോ അവിടുത്തെ ക്യാൻറ്റീനിലെ ചേട്ടാ സാമ്പാറുമായിട്ട് വന്നത്. എന്തായാലും കൊള്ളായിരുന്നു കേട്ടോ. സ്നേഹ പറഞ്ഞ് കളിയാക്കുന്നുണ്ടായിരുന്നു, ചിലപ്പോൾ ഇന്നലത്തെ ചൂടാക്കി തന്നതായിരിക്കും എന്നൊക്കെ. ചുമ്മാ കേട്ടോ, നല്ല ഇഡ്ഡലിയായിരുന്നു, ഫ്രഷ് ഇഡ്ഡലിയായിരുന്നു. സാമ്പാറും കൊള്ളായിരുന്നു, നല്ല സ്പൈസി ആയിട്ടുള്ള സാമ്പാറൊക്കെ ആയിരുന്നു. അപ്പോൾ സൂപ്പറായിരുന്നു. നല്ല ആസ്വദിച്ച് കഴിച്ചു. വിശപ്പിൻ്റെ കാഠിന്യം കൂടുതലുള്ളതുകൊണ്ടാണോ എന്നറിയില്ല, ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ കിട്ടിയ സാധനത്തിന്. അങ്ങനെ BGM കോളേജിൽ പെരുമഴയത്ത് വിശന്ന് വലഞ്ഞു വന്നപ്പോൾ ക്യാൻറ്റീനിൽ നമുക്ക് ഇഡ്ഡലിയും വടയും ചായയും കിട്ടുകയും. എവിടെയെങ്കിലും ദൂരയാത്ര പോയാൽ വിശപ്പ് ഭയങ്കരമായിട്ടും കൂടുതലാണ്. എനിക്ക് അങ്ങനെയുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ മെൻഷൻ ചെയ്യണം ഗൈസ്. അങ്ങനെ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഒഫീഷ്യൽ ഇനാഗുറേഷൻ ഉണ്ടായിരുന്നേ പ്രോഗ്രാമിൻ്റെ. അപ്പോൾ ഒഫീഷ്യൽ ഇനാഗുറേഷന് വേണ്ടിയിട്ട് നമ്മൾ പോയി. ഇതാ എല്ലാവരുമൊക്കെ ഒരുവിധമുള്ളവരൊക്കെ എത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങളും വന്ന് സീറ്റിലൊക്കെ ഇരുന്നു. ആദ്യം നമ്മൾ ബാക്കിലാണ് പോയിരുന്നത്. പിന്നെ ഞങ്ങളെ പിടിച്ച് ഫ്രണ്ടിലിരുത്തി. ആളുകളൊന്നും ചെയർസൊന്നും ഫില്ലായിരുന്നില്ല. ഭയങ്കര മഴയായിരുന്നു കേട്ടോ. രാവിലെ പെരുമഴയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ ഫ്രണ്ടിൽ പോയിരുന്നു. ഒഫീഷ്യൽ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു. അതിനുശേഷം ടീ ബ്രേക്കായി. ടീ ബ്രേക്കിന് നമുക്ക് ചായ കിട്ടി. വെജാണോ നോൺ വെജാണോ എന്നുള്ളതിൻ്റെ കണക്കെടുത്തത്. വെജ് പറ്റത്തില്ല അങ്ങോട്ട്. മീൻകറി ആയിരിക്കും. മൊത്തവും പെരുമഴയത്തുള്ള ട്രെയിനിങ് ആണ് കേട്ടോ. നമ്മുടെ ജനലിൽ കൂടെ കാണാം പെരുമഴ നടക്കുകയാണ് ഇവിടെ. അങ്ങനെ രജിസ്ട്രേഷൻ സമയത്ത് കിട്ടിയ നോട്ട് പാഡിൽ ഞാൻ പേന കൊണ്ട് കുറച്ച് എന്തൊക്കെയോ എഴുതി വെക്കാനൊക്കെ ശ്രമിച്ചു. അതിനുശേഷം അടുത്ത സെഷനായിരുന്നു. ആ സമയത്ത് കൊട്ടാരക്കര സെൻറ്റ് ഗ്രിഗോറിയസ് കോളേജിലെ ആശ ടീച്ചർ ഉണ്ണിയപ്പം കൊണ്ടുവന്ന് ഗൈസ് അത് കഴിച്ചു. അത് കഴിഞ്ഞ് അടുത്ത സെഷനായി. പിന്നെ ലഞ്ച് ബ്രേക്കായി. അപ്പോൾ നമ്മുടെ രാവിലത്തെ സെഷനൊക്കെ തീർന്നിട്ട് നമ്മൾ ലഞ്ച് ബ്രേക്കിന് പോകുമ്പോഴാണ് മോട്ടിവേഷൻ. ഡാഡിയുടെ മോള് പറയാണ് ലഞ്ചും ഫുഡും ഒക്കെയാണ് നമ്മുടെ മോട്ടിവേഷൻ. ലഞ്ച് ഡിസ്ട്രിബ്യൂഷനൊക്കെ നിന്നത് ഫുള്ള് BGM കോളേജിലെ NSS വോളണ്ടിയേഴ്സ് ആയിരുന്നു കേട്ടോ. കുട്ടികളെല്ലാം നല്ല ആക്റ്റീവായിട്ട് നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് മഴ തോർന്നു കേട്ടോ. അപ്പോൾ ലഞ്ച് എന്ന് പറയുന്ന ചോറായിരുന്നു. ചോറും സാമ്പാറും മീൻകറിയും മോരുകറിയും മീൻ വറുത്തത്, ഒരു തോരൻ, ഒരു പച്ചടി, അവിയൽ, വെള്ളം, ഇതൊക്കെയായിരുന്നു. അപ്പോൾ എല്ലാ ടീച്ചേഴ്സ് ഒരുമിച്ചിരുന്നാണ് കഴിച്ചത്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലെ എല്ലാ പ്രോഗ്രാം ഓഫീസേഴ്സും ട്രെയിനിങ്ങിനുണ്ടായിരുന്നു. പുതുതായിട്ട് ജോയിൻ ചെയ്ത എല്ലാ പ്രോഗ്രാം ഓഫീസേഴ്സും ഉണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ പെട്ടെന്ന് കഴിച്ചിട്ട് അടുത്ത സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ സ്നേഹി അങ്ങനെ ഓടി കയറിപ്പോയി. മുകളിലത്തെ നിലയിലായിരുന്നു സെമിനാർ ഹോള്. അപ്പോൾ അങ്ങോട്ടേക്ക് പോയി കേട്ടോ. അപ്പോൾ അടുത്ത ഉച്ചയ്ക്ക് ശേഷത്തുള്ള ഫസ്റ്റ് സെഷൻ സ്റ്റാർട്ട് ചെയ്തു. നല്ല കിടിലൻ ക്ലാസ് ആയിരുന്നു കേട്ടോ. എല്ലാ ക്ലാസ്സുകൾക്കിടയിൽ റിഫ്രഷ്മെൻറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ചുമ്മാ ഇരുന്നങ്ങ് കുടിക്കുക. അടുത്ത ചായ വന്നു. ചായയുടെ കൂടെ പഴംപൊരി ഉണ്ടായിരുന്നു. പഴംപൊരി ഭയങ്കര ക്രിസ്പി ആയിരുന്നു കേട്ടോ. അയ്യോ, കടിച്ചപ്പോൾ തന്നെ സൗണ്ട് വന്നു. ഇതെല്ലാം അറിയാവുന്ന കാര്യമാണ്, എന്നാലും പറയണ്ട.
ജിമെയിൽ എടുക്കുക, ഗൂഗിൾ ഡ്രൈവ് എടുക്കുക, അല്ലേ? ഗൂഗിൾ ഡ്രൈവ് എടുക്കുക, അവിടെ നിങ്ങളുടെ പേരിൽ അപ്പോൾ എല്ലാ ക്ലാസ്സും കഴിഞ്ഞു. ഇന്നത്തെ സെഷൻസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിൽ പോകാനായിട്ട് ഇറങ്ങി ബസ് കയറി. നമ്മൾ ചവറ കോളേജിൻ്റെ ഫ്രണ്ടിൽ സ്റ്റോപ്പ് ചെയ്തപ്പോൾ തന്നെ ബസ് കിട്ടി. ബസ്സിൽ സൈഡ് സീറ്റിലാണ് ഇരുന്നത്. ചെറിയ മഴച്ചാറ്റലുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഉറക്കം വന്നുകൊണ്ട് 2 മിഠായി എടുത്ത് കഴിച്ചു. വലിയ കാര്യമൊന്നുമില്ലായിരുന്നു. മിഠായിയും കഴിച്ചിട്ട് പിന്നെ കിടന്നുറങ്ങി. ഇത് നമ്മുടെ നീണ്ടകര പാലം. അതിൻ്റെ KSRTC ബസ്സിൻ്റെ സൈഡ് സീറ്റിൽ ഈ പാലത്തിൻ്റെ വ്യൂ ഒക്കെ കണ്ട് ചെറിയ ചാറ്റൽ മഴയെ കഴിച്ച് പോയോ സെറ്റ് യാത്രയായിരുന്നു കേട്ടോ. അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു. ആസ് എ ഹോൾ നല്ല പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു ദിവസമായിരുന്നു എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവരും നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഡു സപ്പോർട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ തീരുകയാണ്.